നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇതാ മുന്നറിയിപ്പ് നൽകുന്നു. സഹാബാക്കളോട് പറയാണ്, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ വരാതിരിക്കട്ടെ എന്ന് ഞാനിതാ നിങ്ങളോട് താക്കീതും ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊനു വൽ ഔജാഉ ലതീ ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം. ഒരു സമൂഹത്തിൽ നീചവും നികൃഷ്ടവുമായ അശ്ലീലതകൾ പടർന്നു പിടിക്കുമ്പോൾ, ലൈംഗികാരാജകത്വങ്ങൾ, വ്യഭിചാരങ്ങൾ, സ്വവർഗരതികൾ, അതേപോലെയുള്ള എല്ലാ ഫാഹിഷത്തുകളും ഒരു സമൂഹത്തിൽ പ്രചാരം കിട്ടുമ്പോൾ, മുൻ തലമുറകൾക്കൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത മാരക വ്യാധികൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് ആ രാജ്യത്തെ പരീക്ഷിക്കാതിരിക്കുകയില്ല, അവരിൽ അത് പടർന്നു പിടിക്കാതിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒന്നാമത്തെ മുന്നറിയിപ്പ്. അശ്ലീലതകൾ, വ്യഭിചാരം ലോകത്ത് കൂടുമ്പോൾ ചികിത്സയില്ലാത്ത രോഗങ്ങൾ വർദ്ധിക്കും, പ്രചരിക്കും. എയ്ഡ്സ് എന്ന മഹാമാരി ഇന്നും ചികിത്സ കണ്ടെത്താത്ത രോഗമാണ്. ചികിത്സയുണ്ട്, അതിനെ ഇങ്ങനെ കുറച്ച് കമ്മിയാക്കി കൊണ്ടുവരാൻ. പക്ഷെ പിടിപെട്ടവൻ അവസാനം മരണത്തിലേക്കല്ലാതെ രക്ഷപ്പെട്ടു വരുന്നൊരു ചരിത്രമില്ല. എയ്ഡ്സ്, എബോള, അതിൻ്റെയൊക്കെ മുമ്പ് ലൈംഗികമായ ഒരുപാട് രോഗങ്ങൾ, ഗൊണോറിയ, സിഫിലിസ്, എല്ലാത്തിനെയും പേരിച്ചുകൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ വന്നത്. ഇന്നും നമ്മളറിയാത്ത വിധത്തിലുള്ള മാരകമായ രോഗങ്ങൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം മനുഷ്യന്റെ ചെയ്തികൾ നിമിത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതേ ഹദീസിൽ തന്നെ നമുക്ക് പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വാചകവും കൂടി കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞതിന്റെ ആശയം ഇപ്രകാരമാണ്: ഒരു സമൂഹം സക്കാത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് തടയുമ്പോഴെല്ലാം അവരിൽ ക്ഷാമവും വറുതിയും വർദ്ധിക്കാതിരിക്കുകയില്ല. സക്കാത്ത് കൃത്യമായി കൊടുക്കാതെയാകുമ്പോൾ മഴക്ഷാമമുണ്ടാകും, ഉൽപ്പന്നങ്ങൾക്ക് കമ്മി വരും, ലോകത്ത് ഭക്ഷ്യക്ഷാമവും അതുപോലെയുള്ള വിലക്കയറ്റവും എല്ലാം വർദ്ധിക്കുമെന്ന് തുടർന്നുകൊണ്ട് മറ്റു ചില കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ലഭിതങ്ങൾ പറയുന്നത്. അതിൽ പറഞ്ഞ 5 കാര്യങ്ങളും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഉപോത്ബലകമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? പാപങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ലോകത്ത് പ്രയാസങ്ങൾ കൂടുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവാചകനും ആ ജനതയോട് പറഞ്ഞു നോക്കിയത്, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്. നൂഹ് നബി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യ്, മഴ കിട്ടും. യുർസിലു സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. മക്കളെ തരും, സമ്പത്ത് തരും, നദികൾ തരും, പുഴകൾ തരും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ഇവിടെ ദുനിയാവിൽ കിട്ടുന്ന ഉപകാരങ്ങളാണ്. സർവോപരി പരലോകത്ത് സ്വർഗവും കിട്ടും. ഹൂദ് നബിയും അതേ വർത്തമാനം പറഞ്ഞു, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ. എന്നിട്ട് അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് മഴ കിട്ടും. അതിൻ്റെയും പുറമെ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, യസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. നിങ്ങളുടെ ശാരീരികമായി നല്ല പവർ കൂടും, നിങ്ങൾക്ക് നല്ല കരുത്തുണ്ടാകും, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങളാണ് അതൊക്കെ.